അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരൊറ്റ ഉത്തരവ് 7 കൊലയാളി വിമാനങ്ങൾ. റഡാർ കണ്ണുകളെ വെട്ടിച്ച് 18 മണിക്കൂർ നീണ്ട നിശബ്ദയാത്ര. ഒരൊറ്റ ലക്ഷ്യം, ഇറാന്റെ ആണവ സ്വപ്നങ്ങളെ എന്നേക്കുമായി കുഴിച്ചുമൂടുക. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ, ലോകം കണ്ട ഏറ്റവും വലിയ രഹസ്യ സൈനിക ദൗത്യത്തിന്റെ കഥ. വെൽക്കം ടു മല്ലു ഫെയിം ടോക്സ്. ലോകത്ത് സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ വിശകലനം ചെയ്യുന്നു. ഇത്തരം വിശകലനങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. ഈ ചെറിയൊരു ചുവടുവെപ്പ് നിങ്ങളെ കൂടുതൽ സ്മാർട്ടും ലോകത്തെക്കുറിച്ച് കൂടുതൽ ബോധവാനുമാക്കും. ഒരു ലൈക്ക് കൂടി തന്നാൽ വളരെ സന്തോഷം. 2025 ജൂൺ 20 വെള്ളിയാഴ്ച അമേരിക്കൻ പ്രസിഡന്റിന്റെ നേരിട്ടുള്ള ഉത്തരവ് പ്രകാരം ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സൈനിക നീക്കത്തിന് തുടക്കമായി. ലക്ഷ്യം ഒന്ന് മാത്രം, ഇറാന്റെ രഹസ്യ ആണവ പദ്ധതികളെ പൂർണ്ണമായി ഇല്ലാതാക്കുക. The US military carried out massive precision strikes on the 3 key nuclear facilities in the Iranian regime. Throughout the mission, we retained the element of surprise. അമേരിക്കയിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള ഒരു എയർബേസിൽ രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് 7 ഭീമാകാരന്മാർ ടേക്ക് ഓഫിന് തയ്യാറെടുത്തു. B-2 സ്പിരിറ്റ് ബോംബറുകൾ, റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത ആകാശത്തിലെ പ്രേതങ്ങൾ എന്നറിയപ്പെടുന്ന വിമാനങ്ങൾ. ഇരുട്ടിന്റെ മറവിൽ ഇറാന്റെ നെഞ്ചിലേക്ക് പറന്നിറങ്ങുക, അതായിരുന്നു അവരുടെ ദൗത്യം. വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ ആ 7 അംഗ സംഘം രണ്ടായി പിരിഞ്ഞു. 2 B-2 വിമാനങ്ങൾ പടിഞ്ഞാറ് ദിശയിലേക്ക് പസഫിക് സമുദ്രത്തിന് മുകളിലൂടെ ഒരു യാത്ര തുടങ്ങി. ഇതൊരു വഴിതെറ്റിക്കൽ തന്ത്രമായിരുന്നു, ലോകത്തിന്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുക. എന്നാൽ യഥാർത്ഥ കൊലയാളി സംഘം 5 B-2 വിമാനങ്ങൾ കിഴക്കോട്ട് പറന്നു. ലക്ഷ്യം ഇറാൻ. ശത്രുക്കളുടെ റഡാറുകളെയും സെൻസറുകളെയും ആശയക്കുഴപ്പത്തിലാക്കുക. യഥാർത്ഥ ആക്രമണം എവിടെ നിന്നാണെന്ന് ഊഹിക്കാൻ പോലും അവസരം നൽകാതിരിക്കുക. ഇതായിരുന്നു പദ്ധതിയുടെ ആദ്യപടി. 18 മണിക്കൂർ നീണ്ട യാത്ര. സമുദ്രങ്ങളും വൻകരകളും താണ്ടി അവർ മുന്നോട്ട് കുതിച്ചു. ആകാശത്ത് വെച്ച് പലതവണ ഇന്ധനം നിറച്ചു. ആശയവിനിമയങ്ങൾ പൂർണ്ണമായും നിശബ്ദമായിരുന്നു. ഓരോ നീക്കവും അതീവ രഹസ്യമായി സൂക്ഷിച്ചു. B-2 വിമാനങ്ങൾ ലക്ഷ്യത്തിലേക്ക് പറന്നെടുക്കുമ്പോൾ ആരും കാണാതെ കടലിനടിയിൽ മറ്റൊരു നീക്കം നടക്കുന്നുണ്ടായിരുന്നു. ഒരു അമേരിക്കൻ അന്തർവാഹിനിയിൽ നിന്ന് 20ലധികം ടോമോഹാക്ക് മിസൈലുകൾ കുതിച്ചുയർന്നു. കരയോട് ചേർന്ന് താഴ്ന്നു പറന്ന് റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് അവ ഇസ്ഫഹാനിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളിലേക്ക് പാഞ്ഞുകയറി. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക, ആശയക്കുഴപ്പം സൃഷ്ടിക്കുക, പ്രധാന ആക്രമണത്തിന് കളമൊരുക്കുക. ഈ മിസൈൽ ആക്രമണം ഒരു കൊടുങ്കാറ്റിനു മുമ്പുള്ള ഇടിമുഴക്കം പോലെയായിരുന്നു. ഇതേസമയം B-2 ബോംബറുകൾക്ക് വഴിയൊരുക്കാൻ അമേരിക്കയുടെ ഏറ്റവും മികച്ച ഫൈറ്റർ ജെറ്റുകൾ ആകാശത്ത് നിലയുറപ്പിച്ചു. F-22 റാപ്റ്ററുകളും F-35 ലൈറ്റ്നിങ്ങും. അവരുടെ ജോലി ബോംബിടുകയായിരുന്നില്ല, ഇറാനിയൻ റഡാറുകളിലേക്ക് വ്യാജ സിഗ്നലുകളുടെ ഒരു പ്രളയം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു. ചാഫ്, ഡീകോയ്സ് എന്നീ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അവർ ആയിരക്കണക്കിന് വ്യാജ വിമാനങ്ങളുടെ പ്രതീതിയുണ്ടാക്കി. ശത്രുവിന്റെ റഡാർ സ്ക്രീനുകൾ വ്യാജ ലക്ഷ്യങ്ങളെ കൊണ്ട് നിറഞ്ഞു. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാവാതെ ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനം നിശ്ചലമായി. അതോടൊപ്പം ഇറാന്റെ സർഫസ് ടു എയർ മിസൈൽ കേന്ദ്രങ്ങൾ അവർ മുൻകൂട്ടി ആക്രമിച്ച് നശിപ്പിച്ചു. B-2 വിമാനങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ ആകാശം പൂർണ്ണമായും സുരക്ഷിതമാക്കി. ഇത് വെറുമൊരു വ്യോമാക്രമണമായിരുന്നില്ല, 4 സൈനിക മേഖലകൾ ഒരുമിച്ച് നടത്തിയ ഓപ്പറേഷൻ. കടൽ അന്തർവാഹിനികളും ആകാശത്ത് ഫൈറ്റർ ജെറ്റുകളും വിമാനങ്ങളും B-2 ബോംബറുകളും. ബഹിരാകാശത്ത് അമേരിക്കൻ സ്പേസ് കമാൻഡിന്റെ സാറ്റലൈറ്റുകൾ ഓരോ നീക്കവും തത്സമയം നിരീക്ഷിച്ചു. സൈബർ ലോകത്ത് US സൈബർ കമാൻഡ് ഇറാന്റെ കമ്മ്യൂണിക്കേഷൻ ശൃംഖലകളെയും റഡാർ നെറ്റ്വർക്കുകളെയും തകരാറിലാക്കി. അവർക്ക് പരസ്പരം സംസാരിക്കാനോ വിവരങ്ങൾ കൈമാറാനോ കഴിയാത്ത അവസ്ഥയുണ്ടാക്കി. ആകാശം, കടൽ, ബഹിരാകാശം, സൈബർ ലോകം, 4 മേഖലകളും ഒരുമിച്ച് ഒരു തലച്ചോറ് പോലെ പ്രവർത്തിച്ചു. ഒടുവിൽ ആ നിമിഷം വന്നെത്തി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് മുകളിൽ B-2 വിമാനങ്ങൾ നിലയുറപ്പിച്ചു. അവയുടെ ബോംബറുകൾ ഒരു ഭീകര സത്വത്തെ പോലെ തുറന്നു. പുറത്തേക്ക് വന്നത് സാധാരണ ബോംബുകളായിരുന്നില്ല, GBU-57 ബങ്കർ ബസ്റ്റർ ബോംബുകൾ. പാറയും കോൺക്രീറ്റും തുളച്ച് ഭൂമിക്കടിയിലേക്ക് പോകാൻ വേണ്ടി നിർമ്മിച്ചവ. ഇറാന്റെ ഏറ്റവും സുരക്ഷിതമായ മലകൾക്കിടയിൽ നിർമ്മിച്ച ഫൊർദോ, നദാൻസ് എന്നിവിടങ്ങളിലെ ആണവ ബങ്കറുകളായിരുന്നു ലക്ഷ്യം. ബോംബുകൾ ഭൂമിക്കടിയിലേക്ക് തുളച്ചു കയറി. ആഴങ്ങളിൽ വെച്ചവ പൊട്ടിത്തെറിച്ചു. ഭൂമി ഒരു ഭൂകമ്പത്തിലെന്ന പോലെ വിറച്ചു. കോൺക്രീറ്റും ഉരുക്കും കൊണ്ട് നിർമ്മിച്ച കോട്ടകൾ തവിട് പൊടിയായി. ഇറാന്റെ വർഷങ്ങൾ നീണ്ട ആണവ സ്വപ്നങ്ങൾ ആഴങ്ങളിൽ അടക്കം ചെയ്യപ്പെട്ടു. ദൗത്യം പൂർത്തിയായി. വന്നതുപോലെ തന്നെ നിശബ്ദമായി B-2 വിമാനങ്ങൾ ഇരുട്ടിലേക്ക് മടങ്ങി, ഒരു അടയാളം പോലും അവശേഷിപ്പിക്കാതെ. ഇറാനിയൻ റഡാറുകൾ പലപ്പോഴും നിശ്ചലമായിരുന്നു. ഒരു മിസൈൽ പോലും അവർക്ക് തൊടുക്കാൻ കഴിഞ്ഞില്ല. ഒരു ഫൈറ്റർ ജെറ്റ് പോലും പ്രതിരോധിക്കാൻ പറന്നുയർന്നില്ല.
ബഹിരാകാശത്ത് നിന്ന് അമേരിക്കൻ സാറ്റലൈറ്റുകൾ എല്ലാം ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. പുകയുന്ന ഗർത്തങ്ങൾ മാത്രം ബാക്കി. ലക്ഷ്യങ്ങൾ 95% കൃത്യതയോടെ തകർക്കപ്പെട്ടു എന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങൾ വെച്ച് അമേരിക്ക അവകാശപ്പെട്ടു. അമേരിക്കയുടെ ഏറ്റവും കരുത്തുറ്റ B-2 ബോംബറുകൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർത്തെറിയാൻ ആകാശത്ത് വട്ടമിട്ട് പറന്നപ്പോൾ നിലത്ത് ഇറാൻ കളിച്ചത് അതിബുദ്ധിപരമായ മറ്റൊരു തന്ത്രമാണ്. അമേരിക്കൻ ആക്രമണത്തിൽ തകർന്നടിഞ്ഞത് വെറും കെട്ടിടങ്ങൾ മാത്രമായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയുടെ ഹൃദയം അവർ നേരത്തെ തന്നെ സുരക്ഷിതമായി ഒളിപ്പിച്ചിരുന്നു. ലോകത്തെ മുൾമുനയിൽ നിർത്തിയ ആ രഹസ്യ നീക്കം എന്തായിരുന്നു? എവിടെയാണ് ഇറാൻ അവരുടെ ആണവശേഖരം ഒളിപ്പിച്ചത്? നമുക്ക് വിശദമായി അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. ഇത് ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ഒരു പുതിയ മുഖമാണ്. ഭാവിയിലെ യുദ്ധങ്ങൾ തോക്കുകളും ടാങ്കുകളും കൊണ്ട് മാത്രമാകില്ല. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.